സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, വയനാട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ മുന്നറിയിപ്പ് എത്ര ദിവസത്തേക്കാണ്? എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? അക്ഷയ, അടുത്ത 4 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നിലവിൽ 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്, അതിശക്ത മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, വയനാട്, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത മണിക്കൂറുകളിലും ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. വരുന്ന 4 ദിവസമാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യെല്ലോ, ഓറഞ്ച് അലർട്ടുകളെല്ലാം ഈ ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ട്. വെള്ളി, ശനി ദിവസങ്ങളിൽ പൂർണ്ണമായും എല്ലാ ജില്ലകളിലും, അതായത് വെള്ളി, ശനി ദിവസങ്ങളിൽ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വെള്ളി, ശനി ദിവസങ്ങളിലാണ്. വെള്ളി, ശനി ദിവസങ്ങളിൽ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടുമാണ് എല്ലാ ജില്ലകൾക്കും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരെല്ലാവരും ഈ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട്, അതായത് അതിശക്ത മഴ മുന്നറിയിപ്പൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഇടങ്ങളിൽ അതത് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ അതിനെ പാലിക്കണമെന്നടക്കമുള്ള മുന്നറിയിപ്പുകളും പറയുന്നുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മഴ വീണ്ടും സംസ്ഥാനത്ത് ശക്തമാകുന്നത്. ഓറഞ്ച് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകൾക്ക്, 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്ഷയ.